CAA നടക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആദ്യമാവണ്ട, അവസാനമായിക്കോട്ടെ, ഈ പറയുന്ന നിയമ ലംഘകരെ പിടിച്ചിടാനുള്ള ഒരു തടവറ ഉണ്ടാക്കുന്നത്. അതായത് അവരെ സംരക്ഷിക്കുക എന്നൊക്കെ പറയും ചെറിയ രീതിയിൽ, പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ ഒരു തടവറയാണ്. അതിൽ നിന്ന് പുറത്തോട്ട് പോകാനൊന്നും പറ്റില്ല. അതിലോട്ട് പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിലോട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് സുരേന്ദ്രൻ, അതായത് BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻജി പറഞ്ഞപ്പോ അതൊരു വിശദീകരണമായിട്ട് CPM വന്നിട്ടുണ്ട്. അത് CAA അനുബന്ധിച്ചുള്ള സാധനമല്ല. അത് ഇവിടുത്തെ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ആൾക്കാരെ തിരിച്ചവരുടെ നാട്ടിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടു ഇടാനുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതാണ്. എന്താണ് CAA? ഇത് തന്നെയല്ല CAA എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് കടന്നു കയറി വിസ എടുത്ത് കടന്നുകൂടിയതോ അല്ലാതെയോ ഉള്ള ആളുകൾ അവരുടെ കാലാവധി കഴിഞ്ഞിട്ട്, ഇപ്പൊ വിസയുള്ള ആളുകളാണെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാതെ ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അവരെ രണ്ടാമത് ഇന്ത്യയുടെ അവകാശമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ അതിർത്തി കയറി വന്നിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശി എന്ന് പറഞ്ഞ കയറ്റക്കാരുണ്ട്. ഇവരെയൊക്കെ ഇവിടെ നിന്ന് ആദ്യം തിരിച്ചയക്കണം. പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ഇന്ത്യയിൽ മതി. അത് മുസൽമാനും ക്രൈസ്തവനും ഹിന്ദുവും എല്ലാം, അതാ ഇന്ത്യക്കാരനായിരിക്കണം. അല്ലാണ്ട് ഒരു 10 വർഷം മുമ്പ് അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നവരല്ല ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ കയറി. അഭയാർത്ഥികൾ വേണ്ടാന്നേ, അഭയാർത്ഥികളെ സ്വീകരിക്കാനും മാത്രം വലിയൊരു രാജ്യമൊന്നുമില്ല ഇന്ത്യ. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ പട്ടിണി റേറ്റിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ. ഏത്? ഇതൊക്കെ നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് നമ്മളാണെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉള്ള രാജ്യം എങ്ങനെയാണ് അഭയാർത്ഥികളെ സ്വീകരിക്കുക? ഒരിക്കലും സാധ്യമല്ല അല്ലേ? അപ്പൊ നിങ്ങളത് അംഗീകരിക്കല്ലേ വേണ്ടത്? ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? മുസ്ലിങ്ങളായിട്ടുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ അഭയാർത്ഥികളായിട്ട് പോയിട്ടുള്ള രാജ്യങ്ങളുടെ മുഴുവൻ അവസ്ഥ ഇന്ന് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കാതെ അവരെ എന്താ പറയാ, ആ നാടിന്റെ എല്ലാവിധ സമാധാനവും തകർത്ത ഒരു അന്തരീക്ഷമാണ് ഈ അഭയാർത്ഥികൾ പോയ ഇടമെല്ലാം. ആ ആളുകൾ നമ്മുടെ നാട്ടിലോട്ട് കയറി വന്ന് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. പകരം പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഈ മുസ്ലിങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഹൈന്ദവര്, ക്രൈസ്തവര്, ഈ രണ്ട് വിഭാഗത്തെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാവുകയാണ്. അവിടെയാണ് ഇവിടെ പ്രശ്നം പറ്റിയത്. എന്തിനാണ് ഹിന്ദുക്കളെ മാത്രം സ്വീകരിക്കുന്നത്? എന്തിനാണ് ഈ ക്രിസ്ത്യൻസിനെ മാത്രം സ്വീകരിക്കുന്നത്? മുസ്ലിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഇതാണ് സത്യത്തിൽ CAA എന്ന് പറയുന്ന, അല്ലെങ്കിൽ NRC എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ ഇത്രത്തോളം അലമ്പാക്കിയത്. ഇതൊക്കെ ഞങ്ങൾ അന്നം തിന്നുന്ന ഹിന്ദുക്കൾക്ക് അറിയാം. അന്നം തിന്നാത്ത ഹിന്ദുക്കളുണ്ട്. അതായത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടിക്കുരങ്ങന്മാരായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കൾ, അവർക്ക് ഇത് അറിയാൻ സാധ്യതയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മപ്പാല് കുടിച്ച ഹിന്ദുക്കൾക്ക് അറിയാൻ പറ്റും എന്താണ് ഈ CAA കൊണ്ട് ഉദ്ദേശിക്കുന്നത്, NRC കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തായാലും പിണറായി വിജയൻ ഒരു ബിൽഡിംഗ് അവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ അടിവരയിട്ട് പറയാണ് CAA ഇവിടെ നടക്കില്ല കേട്ടാ എന്ന് പറയുന്ന പിണറായി വിജയൻ ഇവിടെ ഒരു ബിൽഡിംഗ് അതിനു വേണ്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ പിന്നെ ഇവിടെ നടക്കില്ല എന്ന് പറയുന്ന സഖാക്കന്മാരുടെ സ്ഥിരം പരിപാടി അത് നിങ്ങൾ നിർത്തുക. ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പരിപാടി, ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്താ പറയുക, ഇത് നിങ്ങളെ വിശ്വസിച്ചോണ്ടിരിക്കല്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇവിടെ CAA നടക്കും, NRC നടക്കും, ഇവിടെ യൂണിഫോം സിവിൽ കോഡ് നടക്കും, എല്ലാം മുറ പോലെ നടക്കും. ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് ചില നിയമങ്ങൾ ഉണ്ടാകേണ്ടി വരും, ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതെല്ലാം ഈ രാജ്യം സ്വീകരിക്കേണ്ടി വരും. അതിനെ സംസ്ഥാനത്തിന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മാറ്റി നിർത്താൻ ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറല്ല. ശരിയെന്നാ കേട്ടാ.